അമേരിക്കയിലെ കാട്ടുതീ ലോസ് ആഞ്ചലസിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹോളിവുഡ് സിനിമാ ലോകത്തിൻ്റെ ആസ്ഥാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വീടുകളുള്ളത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ്. 30,000-ലധികം ഏക്കർ ഭൂമിയാകെ തീ പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2 ലക്ഷം മനുഷ്യന്മാർ അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞു. $50 ബില്യൺ നാശനഷ്ടങ്ങളാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. 15 ലക്ഷത്തോളം മനുഷ്യർ വൈദ്യുതി ഇല്ലാതെ അവരുടെ പ്രാകൃത ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ അതിസമ്പന്നരായ ആളുകൾ അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഒരു രാജ്യം, എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം, ലോകത്ത് ആരെയും അഭയാർത്ഥികളാക്കാൻ കഴിവുള്ള ഒരു രാജ്യം. എന്നിട്ടും തീ നിയന്ത്രണ വിധേയമല്ലാതെ നിസ്സഹായാവസ്ഥയിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെറുങ്ങൊലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പശ്ചിമേഷ്യ മുഴുവനും നരകതുല്യമാക്കുമെന്ന് വീമ്പ് പറഞ്ഞവർക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. അത് ചിരിക്കാനല്ല, നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊന്നുതള്ളിയപ്പോൾ അത് കൊടും ക്രൂരതയാണ് എന്ന് ലോകത്ത് പലരും പറഞ്ഞപ്പോഴും അവർക്ക് മാപ്പ് കൊടുക്കരുത്, വെടിനിർത്തരുത് എന്ന് മാത്രമല്ല കിൽ ദം ഓൾ എന്ന് ഹാഷ്ടാഗിട്ട, അവരെ മുഴുവനും കൊന്നു തള്ളണമെന്ന് ഹാഷ്ടാഗിട്ട ഹോളിവുഡ് സിനിമാ ലോകത്തറിയപ്പെടുന്ന ഒരു ധിക്കാരി ഉണ്ടായിരുന്നു, ജെയിംസ് വുഡ്. ഇന്നവൻ്റെ മനോഹരമായ വീടുകൾ കത്തിച്ചാമ്പലായി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് നിലവിളിക്കുകയാണവൻ. I'm sorry. I'm usually. I thought I would be stronger than this. I thought I'd be stronger than this. അഭയാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമൊക്കെ താമസിക്കുന്ന അവരുടെ വീടുകൾക്ക് മുകളിൽ തീ വർഷിക്കുമ്പോൾ അവർ വെന്തു മരിക്കേണ്ടവരാണ് എന്ന് വിധി എഴുതിയവർ ഇന്നിതാ ലോകത്തിൻ്റെ മുമ്പിൽ വന്ന് കരയുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ സമയത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ 45-ാമത്തെ വചനത്തിൽ ലോകത്തിൻ്റെ സ്രഷ്ടാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അഫ അമിനല്ലദീന മക്കറു സയ്യിആതി അൻ യഖ്സിഫല്ലാഹു ബിഹുമുൽ അർദ് ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. ലോകത്ത് കുതന്ത്രം കാണിച്ചവർ സമാധാനിച്ചിരിക്കുകയാണോ അള്ളാഹു അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ചോ, അതല്ലെങ്കിൽ അവരറിയാത്ത നിലക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വരുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ, സമാധാനിച്ചിരിക്കുകയാണോ എന്ന്. അതെ, ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുമുണ്ട്.